ഡ്രീം ബിഗ് സിനിമാസ് കഴിഞ്ഞ വർഷം വരെ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നുള്ള നിലയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡിന്റെ പേര് കേട്ടുകൊണ്ടിരുന്നത്. തിയേറ്റർ മേഖലയിലേക്ക് ഈ ഒരു പേര് നമ്മൾ കഴിഞ്ഞ വർഷം വരെ കേട്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഈ വർഷത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രീം ബിഗ് സിനിമാസിന്റെ ഒരുപാട് തിയേറ്ററുകളാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് തുറന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡ്രീം ബിഗ് സിനിമാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ആദ്യത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ മാവേലിക്കരയിലാണ്. മാവേലിക്കരയെ ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രതിഭ തിയേറ്റർ അവർ ഏറ്റെടുത്ത് നടത്തിയത്. അപ്പോൾ അതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ RGB ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി 7.1 ആയിരുന്നു ആ ഒരു തിയേറ്ററിൽ ഡ്രീം ബിഗ് സിനിമാസ് കൊടുത്തൊരു സ്പെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും മാവേലിക്കരയെ സംബന്ധിച്ച് അതൊരു വലിയ അപ്ഡേറ്റ് തന്നെയായിരുന്നു. നമ്മുടെ ജയിലർ ആയിരുന്നു ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ആലപ്പുഴയിലെ ആ ഒരു ഞെട്ടിക്കലിന് ശേഷം അവര് നേരെ പോയത് എങ്ങോട്ടാണെന്നറിയോ? പാലക്കാടായിരുന്നു. പാലക്കാട് വടക്കഞ്ചേരി നമ്മുടെ തങ്കം തിയേറ്റർ ഉണ്ടല്ലോ, ആ ഒരു തിയേറ്ററിനെയും ഡ്രീം ബിഗ് സിനിമാസ് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ രണ്ടാമത്തെ തിയേറ്റർ ഓപ്പൺ ചെയ്യുമായിരുന്നു. അപ്പോ അതിനുശേഷം പാലക്കാടിന് ശേഷം അവർ പോയത് എങ്ങോട്ടാണെന്നറിയോ? നേരെ എറണാകുളത്തേക്കാണ്. എറണാകുളം കാലടിയിലെ ജവഹർ തിയേറ്റർ ആയിരുന്നു മൂന്നാമതായിട്ട് ഡ്രീം ബിഗ് സിനിമാസ് ഏറ്റെടുത്ത് നടത്തിയത് കേട്ടോ. അപ്പൊ നമ്മൾ ആലപ്പുഴ മാവേലിക്കരയിലെ പ്രതിഭ തിയേറ്റർ കണ്ടപ്പോൾ തന്നെ ക്രിസ്റ്റിയുടെ പ്രൊജക്ടർ തന്നെയാണ് ഇവിടെയും കൊടുത്തത്. പക്ഷെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ക്രിസ്റ്റിയുടെ 4K പ്രൊജക്ടർ ആയിരുന്നു. അതുപോലെ തന്നെ ഡോൾബി 7.1 തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പൊതുവേ നോക്കുന്ന സമയത്ത് നമ്മൾ ഡ്രീം ബിഗ് സിനിമാസിലെ സൗണ്ട് ഫോർമാറ്റിന്റെ കാര്യത്തിൽ അവർ 7.1 വരെ പോയിട്ടുള്ളൂ. അറ്റ്മോസ്ഫിയറിലേക്ക് അവർ പോയിട്ടില്ല കേട്ടോ. അപ്പൊ അവിടെ ഒരു ടിസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ആലപ്പുഴ, പാലക്കാട്, എറണാകുളം ജില്ലയിലെ 3 തിയേറ്റർ ആണല്ലോ. അപ്പൊ ഇനി അവര് നേരെ പോകുന്ന എങ്ങോട്ടാണെന്നറിയോ? അവരുടെ നാലാമത്തെ ഏറ്റവും പുതിയ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ അഷ്ടമിച്ചിറ മഹാലക്ഷ്മി സിനിമാസ് ആണ് ഡ്രീം ബിഗ് സിനിമാസ് ഏറ്റെടുത്ത് നടത്താൻ പോകുന്ന നാലാമത്തെ തിയേറ്റർ. അപ്പൊ അതിന്റെ അപ്ഡേറ്റുകൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ നമ്മുടെ മഹാലക്ഷ്മി സിനിമാസിന്റെ ഓൺലൈൻ സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ, അതായത് അവർ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. തിയേറ്റർ കുറച്ച് ദിവസത്തേക്ക് അടച്ചിട്ടേക്കുവാണ് ഫോർ റെനോവേഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പൊ ഡ്രീം ബിഗ് സിനിമാസ് ആണ് മഹാലക്ഷ്മി സിനിമാസ് ഏറ്റെടുത്ത് നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ തിയേറ്ററിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള സ്പെക്ക് നോക്കുവാണെങ്കിൽ 2K പ്രൊജക്ഷൻ അതുപോലെ തന്നെ ഡോൾബി 7.1 ആണ് കേട്ടോ. അപ്പൊ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞൊരു ട്വിസ്റ്റ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു തിയേറ്ററിൽ നമ്മുടെ ഡ്രീം ബിഗ് സിനിമാസ് കൊടുക്കാൻ പോകുന്ന സ്പെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനം തന്നെയാണ് കേട്ടോ. ക്രിസ്റ്റിയുടെ 4K RGB റിയൽ ലേസർ പ്രൊജക്ടർ തന്നെയാണ് ഈ ഒരു തിയേറ്ററിൽ കൊടുക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം ഡോൾബി 7.1 ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ എന്റെ മോനെ ഡോൾബി അറ്റ്മോസ് ആണ് ഈ ഒരു തിയേറ്ററിൽ കൊടുക്കുന്നത്. അപ്പോൾ ഡ്രീം ബിഗ് സിനിമാസിന്റെ ആദ്യത്തെ അറ്റ്മോസ് തിയേറ്റർ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അഷ്ടമിച്ചിറിലെ മഹാലക്ഷ്മി സിനിമാസിലാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. യെസ്, അതൊരു നല്ല അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ ഇവരുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എഴുതി വിടുന്ന സ്പെക്കിനകത്ത് നമുക്ക് വലിയ വിശ്വാസമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് ജവഹർ തിയേറ്ററിന്റെ കാര്യം പറഞ്ഞ സമയത്ത് അവർ ആദ്യം 2K പ്രൊജക്ടറിനായിരുന്നു അവരുടെ ബ്രോഷറിലൊക്കെ കൊടുത്തിരുന്നത്. പിന്നീടാണ് അത് ക്രിസ്റ്റി 4K പ്രൊജക്ടർ ആണെന്ന് അവർ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തൽക്കാലം തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ട് തന്നെ വിശ്വസിക്കാവുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷെ ഇപ്പൊ ഇവർ കൊടുത്തിരിക്കുന്ന ആ ഒരു അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ക്രിസ്റ്റിയുടെ RGB 4K ലേസർ പ്രൊജക്ഷൻ അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ആണ്. അപ്പൊ എന്തായാലും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കാര്യം നല്ല നല്ല സ്പെക്കുകൾ വരുമ്പോഴാണ് ആ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഗംഭീരമായിട്ട് സിനിമ ആസ്വദിക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ കാര്യം നോക്കുമ്പോൾ ഇവിടെയും 2 സ്ക്രീനാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോ കാണുന്നുണ്ടല്ലോ അല്ലേ, നമ്മുടെ ഡ്രീം ബിഗ് സിനിമാസും കേരളത്തിലെ ഒരു വലിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആയിട്ട് മാറാനുള്ള ശ്രമത്തിലാണ്. അപ്പം ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇപ്പോൾ ഈ 4ാമത്തെ തിയേറ്റർ അവർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മൾട്ടിപ്ലക്സ് ബ്രാൻഡുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഡി സിനിമാസിന്റെ കാര്യം പറഞ്ഞത്. പിന്നെ നമ്മുടെ ആശീർവാദ് സിനിമാസിന്റെ തിയേറ്ററുകൾ, പിന്നെ മാജിക് ഫ്രെയിംസിന്റെ തിയേറ്ററുകൾ, പിന്നെ എക്സെട്ര കുറെ ഉണ്ടല്ലോ. പിന്നെ ഏറ്റവും കൊലവുമനായ നമ്മുടെ KSFDC, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് തിയേറ്ററുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം അറിയാലോ, നമ്മുടെ ലുലു മാൾ വളരെ അഗ്രസീവായിട്ട് തന്നെ കേരളത്തിലെ പല സ്ഥലത്തും മാളുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഓരോ മാളുകൾ തുറക്കുന്ന സമയത്തും നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോരോ തിയേറ്ററുകൾ തുറക്കും എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോടും തൃശ്ശൂരും അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഒക്കെ ഒരുപാട് മാളുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ മാളുകളിലൊക്കെ പുതിയ തിയേറ്ററുകൾ വരട്ടെ. അപ്പോൾ ഡ്രീം ബിഗ് സിനിമാസിന്റെ ഇനി 5ാമത്തെ തിയേറ്റർ എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെ ആകാംക്ഷയുടെ കാത്തിരിക്കാം കേട്ടോ.